ലോകമെമ്പാടുമുള്ള മനുഷ്യർ AI കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പഠനങ്ങളിലൊന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ആന്ത്രോപിക് 159 രാജ്യങ്ങളിലായി 70 ഭാഷകൾ സംസാരിക്കുന്ന 81,000 പേരുമായി നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂവിലെ വിവരങ്ങളാണിത്. ഈ പഠനം ഒരു കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്. ലോകത്തിൻ്റെ ഒരു ഭാഗത്തുള്ളവർ AI ഒരു വരദാനമായിട്ട് കാണുമ്പോൾ മറുഭാഗത്തുള്ളവർ അതിനെ വലിയൊരു ഭീഷണിയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ചിലർ AI വഴി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുമെന്ന് കരുതുമ്പോൾ മറ്റു ചിലർ ഇത് മനുഷ്യൻ്റെ ബുദ്ധിശക്തി നശിപ്പിക്കുമെന്ന് ഭയപ്പെടുന്നവരാണ്. ഇപ്പോൾ സാമ്പത്തിക ഉന്നമനത്തിനും ജോലി നഷ്ടപ്പെടുമെന്ന പേടിയും തമ്മിലുള്ള ഒരു വലിയൊരു ടഗ് ഓഫ് വാർ തന്നെ അവിടെ നടക്കുന്നുണ്ട്. അമേരിക്ക പോലുള്ള ഡെവലപ്ഡ് കൺട്രീസിലുള്ള ആളുകൾ അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ആളുകൾ AI ദോഷവശങ്ങളെക്കുറിച്ച് കൂടുതൽ ആശങ്കപ്പെടുമ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള മനുഷ്യർ തങ്ങളുടെ ആ ഒരു ജീവിത നിലവാരം ഉയർത്താനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനും ഉള്ള ഒരു വഴിയായിട്ടാണ് ഇതിനെ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു പ്രിവിലേജ്ഡ് പൊസിഷനിൽ ഇരുന്നു കൊണ്ട് AI മോശമാണ് എന്ന് പറയുന്നതും എളുപ്പമാണ്. എന്നാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരു തുല്യനീതി ഉറപ്പാക്കാൻ വേണ്ടി ഈ ടെക്നോളജി അത്യധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ AI ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അത് സത്യമാണ്, അതിൽ യാതൊരുവിധ സംശയമില്ല. പക്ഷേ അതിൻ്റെ നല്ല വശങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ചീത്ത വശങ്ങളെ എതിർക്കാനും നമ്മൾ തയ്യാറാകണം. നമ്മളുടെ ഗവൺമെൻറ്റുകൾ തയ്യാറാകണം. ഈ കൗതുകകരമായ പഠനത്തിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ലിങ്ക് ഞാൻ നിങ്ങൾക്കത് DM ചെയ്യാം. ആൻഡ് AI നിങ്ങൾക്ക് പേടിയാണോ ഉള്ളത് അതോ പ്രതീക്ഷയാണോ ഉള്ളത് അതും കൂടെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള AI അപ്ഡേറ്റുകൾക്കായി ഫോളോ സാടെക് ലാബ്സ് ഓൺ YouTube ആൻഡ് Instagram.